ഒരമ്മയുടെ ഒരു കള്ളം ലോകത്തിനൊരു പ്രതിഭയെ സമ്മാനിച്ചു. അല്ല, ഇതൊരു സാധാരണ കള്ളമല്ല, ഒരു കുട്ടിയുടെ ഭാവിയെ മാറ്റിമറിച്ച ഒരു വാക്കായിരുന്നു അത്. അതെ, ഒരിക്കൽ തോമസ് ആൽവ എഡിസൺ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി അമ്മയുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു. അവൻ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു ഇത് അമ്മ മാത്രം വായിക്കണമെന്ന്. അമ്മ കത്ത് തുറന്ന് വായിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അവർ മകനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വായിച്ചു: നിങ്ങളുടെ മകൻ ഒരു പ്രതിഭയാണ്. ഈ സ്കൂളിന് അവനെ പഠിപ്പിക്കാൻ കഴിയില്ല. അതിനാൽ അവനെ വീട്ടിലിരുത്തി പഠിപ്പിക്കുക. ആ ദിവസത്തിന് ശേഷം ആ അമ്മ തന്നെയായിരുന്നു അവന്റെ അധ്യാപിക. വർഷങ്ങൾ കടന്നുപോയി. ആ കുഞ്ഞു വളർന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായി. പിന്നീട് അമ്മ മരിച്ചതിന് ശേഷം പഴയ സാധനങ്ങൾക്കിടയിൽ എഡിസൺ ആ കത്ത് കണ്ടെത്തി. അത് തുറന്നു വായിച്ചപ്പോൾ അവൻ ഞെട്ടിപ്പോയി. യഥാർത്ഥത്തിൽ അതിൽ എഴുതിയിരുന്നത്, നിങ്ങളുടെ മകൻ പഠിക്കാൻ അയോഗ്യനാണ്, അവനെ ഇനി സ്കൂളിൽ അനുവദിക്കുകയില്ല. അത് വായിച്ച് എഡിസൺ മണിക്കൂറുകളോളം കരഞ്ഞു. ശേഷം തന്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി: ഒരു ധീരയും സ്നേഹനിധിയുമായ അമ്മ കാരണം അയോഗ്യനെന്ന് വിളിക്കപ്പെട്ട ഒരു കുട്ടി ലോകമോർക്കുന്ന പ്രതിഭയായി മാറിയെന്ന്. പ്രിയമുള്ളവരെ, ഈ കഥ സത്യമാണോ അല്ലയോ എന്നതല്ല പ്രധാനമായത്, അതിലെ സന്ദേശമാണ്. ഒരമ്മ തന്റെ കുഞ്ഞിന്റെ കുറവുകളെക്കാൾ അവനിലുള്ള സാധ്യതകളെയാണ് കാണുന്നത്. ലോകം ആ കുട്ടിയെ അയോഗ്യൻ എന്ന് വിളിച്ചപ്പോൾ അവന്റെ അമ്മ അവനിൽ ഒളിഞ്ഞു കിടന്ന കഴിവിനെ കണ്ടു. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ഒരു അമ്മയുടെ സ്നേഹം കുട്ടി ഇന്നെന്താണ് എന്നത് മാത്രമല്ല കാണുന്നത്, അവൻ നാളെ എന്താകും എന്നതും കാണുന്നു. പക്ഷെ പ്രിയരെ, ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിന്റെ ഭാവി ഇത്ര ആഴത്തിൽ കാണാൻ കഴിയുന്നുവെങ്കിൽ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന്റെ സ്നേഹം എത്ര മഹത്തരമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എല്ലാവരും ഗിദെയോനെ ഒരു സാധാരണക്കാരനും ഭയമുള്ളവനുമായി കണ്ടപ്പോൾ ദൈവം അവനെ പരാക്രമശാലിയായ വീരൻ എന്ന് വിളിച്ചു. ദാവീദ് ഒരു ആട്ടിടയൻ മാത്രമായിരുന്നപ്പോൾ ദൈവം അവനിൽ ഒരു രാജാവിനെ കണ്ടു. ലോകം നമ്മുടെ ഇന്നിനെ കാണുന്നു, എന്നാൽ ദൈവം നമ്മുടെ നാളെ കാണുന്നു. അതെ, ലോകം നമ്മുടെ കുറവുകളെ കാണുന്നു, എന്നാൽ ദൈവം നമ്മുടെ സാധ്യതകളെ കാണുന്നു. ഇന്ന് ആളുകൾ നിങ്ങളെ ദുർബലൻ, പരാജിതൻ, അയോഗ്യൻ എന്നൊക്കെ വിളിക്കുന്നുണ്ടാകാം. പക്ഷെ ഓർക്കുക, ലോകം നിങ്ങളിൽ പതിപ്പിക്കുന്ന ലേബലുകൾ നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നില്ല. ദൈവം നിങ്ങളെക്കുറിച്ച് പറയുന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ തിരിച്ചറിവ്. എഫെസ്യർ 2:10 പറയുന്നത് നാം അവന്റെ കൈപ്പണിയാണെന്നാണ്. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവന് നിങ്ങളെക്കുറിച്ച് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഒരു അമ്മയുടെ സ്നേഹം അത്ഭുതകരമാണ്, എന്നാൽ ദൈവത്തിന്റെ സ്നേഹം അതിലും വലുതും ആഴമുള്ളതും ഒരിക്കലും അവസാനിക്കാത്തതുമാണ്. പ്രിയമുള്ളവരെ, ലോകം നിങ്ങൾ ഇന്ന് എന്താണെന്ന് നോക്കി വിലയിരുത്തും, എന്നാൽ ദൈവം നിങ്ങൾ നാളെ എന്താകുമെന്ന് കണ്ടാണ് വിളിക്കുന്നത്.